ഇത് പ്രമോദ് മണ്ണിൽത്തൊടി. മലപ്പുറത്തിൻ്റെ സ്വന്തം ബാലചന്ദ്രമേനോൻ എന്ന് ഞങ്ങൾ വിശേഷിപ്പിക്കുന്ന അദ്ദേഹം കഥകളിലൂടെയും കവിതകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയും സിനിമകളിലൂടെയും ഡോക്യുമെൻ്ററികളിലൂടെയും ഏറെ സുപരിചിതനാണ്. സർവോപരി മലപ്പുറത്തിൻ്റെ സ്വന്തം മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ സാരഥി കൂടിയാണ്. അദ്ദേഹത്തെക്കുറിച്ചാണ് ഈ ഇൻ്റർവ്യൂ. ഒരു സ്നേഹ സമ്മാനമായാണ് ഞങ്ങളിത് സമർപ്പിക്കുന്നത്. സാറിന് പ്രഥമ ഗാനാമൃത പുരസ്കാരം നൽകി ആദരിക്കുന്നത് നടനും കഥാകൃത്തും സംവിധായകനുമായ പ്രമോദ് മണ്ണിൽത്തൊടിയാണ്. ഈ സമയത്തൊന്നും എന്റെ തൊമ്മിച്ച ഇവിടെ ഇരിക്കില്ല സാറുമാരെ. അവനിപ്പോ എവിടെ ചെന്നാക്കിട്ടോളി? ശേഖരന്റെ കള്ളഷാപ്പില് വേറെ എവിടെ പോകാൻ. വളരെ നല്ലൊരു ചലച്ചിത്രമാണ് ഇത് എന്ന് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. എഴുത്തിലേക്ക് കടക്കാനുള്ള ഊർജവും KM പ്രമോദ് എന്നുള്ള തൂലിക മാറ്റി പ്രമോദ് മണ്ണിൽത്തൊടി എന്ന് നിർദ്ദേശിച്ചതും MT ആണെന്ന് പ്രമോദ് പറയുന്നു. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പാടിപ്പിക്കുന്നു, അതിനുശേഷം മറ്റൊരു പടം ചെയ്യുന്നു. അപ്പോ ആ പാട്ടുകൾ എന്റെ മനസ്സിനകത്ത് വെക്കാറുള്ളത് അതുകൊണ്ട് ഞാൻ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. പ്രണയ കഥ പാടി വന്നു തന്നെ. ഇതിന്റെ സാരഥിയും കഥാകൃത്തും നടനും സംവിധായകനുമായ പ്രമോദ് മണ്ണിൽത്തൊടിക്കും ഇത്തിരി നേരത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു. കലയ്ക്ക് വേണ്ടി ജീവിതം മുഴിഞ്ഞു വെച്ച മണ്ണിൽത്തൊടിക ബാലചന്ദ്രമേനോന്റെ ഡോക്യുമെന്ററിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രമോദ് മണ്ണിൽത്തൊടി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. അതുപോലെ അദ്ദേഹം നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എഴുത്തിനെ ജീവവായുവായി സ്വീകരിച്ച വ്യക്തി. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്, കഥാകാരനാണ്. അതുപോലെ മിഥുനം പബ്ലിക്കേഷൻസ് എന്ന മഹത്തായ ഒരു പദ്ധതി 30 വർഷക്കാലത്തോളം അദ്ദേഹം വിജയത്തിന്റെ നെറുകയിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് പോയി. അങ്ങനെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരുന്നു. നന്ദി, നന്ദി, നമസ്കാരം. നിർത്തട്ടെ ഞാനും, നിൽക്കാതിരിക്കട്ടെ നമ്മുടെ സ്നേഹവും. പ്രണയകഥ പാടി വന്നു തന്നെ. പിന്നെ ഞാൻ ചെയ്ത പാട്ടുകൾ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു, പാടിപ്പിക്കുന്നു, അതിനുശേഷം മറ്റൊരു പടം ചെയ്യുന്നു. അപ്പോ ആ പാട്ടുകളൊന്നും എന്റെ മനസ്സിനകത്ത് വെക്കാറില്ല അതുകൊണ്ട് ഞാൻ ശരിക്കും എനിക്ക് ഓർമ്മയില്ല. പ്രണയകഥ പാടി വന്നു തന്നെ. നമസ്കാരം. മിഥുനം പബ്ലിക്കേഷൻസിന്റെ പ്രധാന സാരഥിയും തിരക്കഥാകൃത്തും സംവിധായകനും നടനുമായ പ്രമോദ് മണ്ണിൽത്തൊടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം കലാരംഗത്ത് നിരവധി സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്താണ് നമുക്ക് അവിടെ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നേരിട്ട് കേൾക്കാം. താങ്കൾ ഈ എഴുത്ത് തുടങ്ങിയിട്ട് എത്ര കാലമായി? പിന്നെ ഈ സിനിമാ രംഗത്തേക്ക് വരാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും ഒരു സ്റ്റേജിൽ പോലും ഞാൻ കയറിയിട്ടില്ല. അതായത് പേടിയാണ്. മാത്രമല്ല അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുക എന്നുള്ള ഒരു ഇത് മാത്രമായിരുന്നു വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും നല്ല ഉയർന്ന ജോലിക്കാരും മറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്കും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പഠിക്കുക എന്ന് മാത്രമായിരുന്നു അന്നത്തെ ഒരു അവസരം. എന്നിട്ട് ആരും അറിയാതെ
കഥകളൊക്കെ എഴുതാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയമ്മയുടെ മക്കളും അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഈ വെറുതെ ഇരിക്കുന്ന ഈ സമയത്ത് ഓരോ കഥകൾ പറഞ്ഞു കളിക്കുക, സിനിമാ കഥകൾ സ്വയം ഉണ്ടാക്കുക. അങ്ങനെ സ്വയം അവർ പറഞ്ഞ് സമയം, അതായത് നല്ലൊരു ഭാവന സൃഷ്ടിച്ച് അങ്ങനെ സമയം പോക്കുക എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയമ്മയുടെ മകൻ തന്നെ ഒരു മത്സരം നടത്തി, 3 വീടുകൾ തമ്മിൽ. അത് ചെറുകഥാ മത്സരം അല്ല, എന്താ ഒരു കഥ, അങ്ങനെ ഒരു മത്സരം നടത്തിയിട്ട് അതിൽ കഥകൾ എഴുതി പലരും കൊടുത്തു. സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ മക്കൾ ഒക്കെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാനും പങ്കെടുത്തു, വെറുതെ ഒരു തമാശയായിട്ട്. അപ്പോൾ തമാശയായിട്ട് ആ സമയത്ത് അതിൽ ബാലൻ എന്നൊരു കഥാപാത്രമുണ്ട്, അതിൽ അതുപോലെ തന്നെ മറ്റൊരു സ്ത്രീയുണ്ട്, അവർ പ്രണയിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു 9ാം ക്ലാസ്സിൽ നിന്നാണ്, 9ാം ക്ലാസ്സിൽ പഠിക്കാൻ 14 വയസ്സ് ഈ സമയത്ത് എഴുതി. അപ്പോൾ ഇവർ അവിടുന്ന് ചോദിച്ചു, ഇവന് ഇത്രയൊക്കെ എഴുതാനൊക്കെ ആയോ? അങ്ങനെ എനിക്ക് എൻ്റെ അഭിനന്ദിച്ചു, വലിയ സംഭവമാണ്, അതാണ് ഇങ്ങനെയൊക്കെ എഴുതാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദിച്ചു എന്ന് പറയുകയാണെങ്കിൽ വീട്ടുകാരനെ, അതായത് വീട്ടുകാർ, ചെറിയമ്മയുടെ മക്കൾ, മറ്റവരെന്നെ അഭിനന്ദിച്ചു. എന്നിട്ട് അതിലൊരു സന്തോഷത്തിൻ്റെ കളിയാക്കലും അങ്ങനെയൊക്കെ ഉണ്ട്, കാരണം പ്രണയമൊക്കെ അല്ലേ. അങ്ങനെയാണ് ഞാനൊരു എഴുത്തിൻ്റെ മേഖലയിലേക്ക് അന്ന് പിന്നെ കടക്കാനുള്ള ഒരു ചെറിയൊരു പ്രചോദനം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിർത്തി, കാരണം ഒരു വെറുതെ രസമായിട്ടൊന്നും എഴുതിയല്ലേ. സ്കൂൾ തലത്തിൽ അല്ല, പിന്നെ സ്കൂൾ തലത്തിൽ കാര്യമായിട്ട് സ്റ്റേജിലേക്കൊന്നും കയറിയിട്ടില്ല, ഇല്ലാന്ന് പറയാം, ഒന്നിലും കയറിയിട്ടില്ല. പിന്നെ നമ്മളൊരു മേബിൾ ടീച്ചറുണ്ട്, സെൻറ്റ് ജോമസ് സ്കൂളിൽ പഠിപ്പിച്ചത്, അവിടെയാണ് വിദ്യാഭ്യാസം. സെൻറ്റ് ജോമസിൽ പഠിച്ചിരുന്നു 7 വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റേജ് കർട്ടൻ അടയ്ക്കും ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ ഈ സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ 2-3 സുഹൃത്തുക്കളുണ്ട്, ബിനു, ബിബിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളോടൊക്കെ പറഞ്ഞു, സ്റ്റേജിലേക്ക് ഒന്ന് കയറിക്കോളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ പാട്ട് പാടാമെന്ന് പറഞ്ഞു. അതായത് സ്റ്റേജ് അടച്ചു കിടക്കുകയാണ്, കാരണം ഇങ്ങനെ ഒരെങ്കിലും ഒരു വെറുതെ കയറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ 3 ആളും കൂടി പാടി. സ്കൂൾ കലോത്സവം അതെ, കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജ് അടച്ചിരിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ആരും കാണൂലല്ലോ, ഓപ്പൺ സ്റ്റേജ് അടച്ചിരിക്കുകയാണ്. അപ്പോൾ കാണികൾ എല്ലാവരും പുറത്തല്ലേ, സ്റ്റേജ് അടച്ചും ചെയ്തു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, സാഗരങ്ങളെ പാടി പാടി ഉണർത്തിയ സംഗീതമേ, ഈ പാട്ട് ഞങ്ങൾ 3 ആൾ പാടി. 4 വരി എത്തിയപ്പോൾ സ്വപ്ന സൗണ്ടിൻ്റെ ഓപ്പറേറ്റർ വന്നു. ഓപ്പറേറ്റർ വന്നിട്ട് അവിടെ ഓഫാക്കി കഴിഞ്ഞപ്പോൾ ഈ 4 വരി പാടിയിട്ട് അതോടുകൂടി ഞങ്ങൾ പോയി. അതോടുകൂടി ഞങ്ങളെ സ്റ്റേജിൻ്റെ എക്സ്പീരിയൻസ് അന്ന് അതോടുകൂടി കഴിഞ്ഞു. പിന്നെ സ്റ്റേജിലും ഇല്ല, ഒന്നുമില്ല, കാരണം തുറന്നിട്ട് സ്റ്റേജിൽ കളിച്ചിട്ടുമില്ല. അങ്ങനെ കുറേ കഴിഞ്ഞതിന് ശേഷം കഥകൾ എഴുതാനുള്ളൊരു വീക്കിൽ ഒരു വലിയൊരു ഇൻട്രസ്റ്റായി മാറി. അത് അങ്ങനെ സ്വയം എഴുതാൻ തുടങ്ങി അവസാനം ഞാൻ കഥകളൊക്കെ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ തുടങ്ങി. ആദ്യത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഥകൾ എഴുതി കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ളതല്ല. ഒരു കഥ എഴുതി കഴിഞ്ഞാൽ ഒരു പച്ചപ്പെട്ടിയുണ്ട്, അതിൻ്റെ ഉള്ളിലാക്കി അടിയിലാക്കി മടക്കി ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. അതെന്തിനറിയോ? കാരണം ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഇത് വലിയൊരു കോളിളക്കം സൃഷ്ടിക്കുന്ന സംഭവമാണ്. ഓൻ കഥ എഴുതി, ഓന് വേറെ പണിയൊന്നുമില്ല, അങ്ങനൊരു കാലഘട്ടമായിരുന്നു. ഇത് സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ ശേഷം കോളേജ് നിലവാരത്തിൽ എത്തുമ്പോഴാണോ താങ്കൾ ഇതിനെ? അതെ, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ പ്രീ ഡിഗ്രി ഒക്കെ ആ സമയത്താണ്. ആ സമയത്താണ്. കാരണം കഥ എഴുതി എടുത്തു വെക്കുക, എന്നിട്ട് അതെ, എന്നിട്ട് അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പൈസയൊക്കെ എടുത്തിട്ട് അതിനുള്ള സ്റ്റാമ്പും അതും ഇതും ഒക്കെ വാങ്ങി ഒരു ലോങ് കവർ വാങ്ങിയിട്ട് അത് അയക്കും. അങ്ങനെ അപ്പോൾ അതിന് എസ്കോർട്ടായിട്ടൊരു കത്ത് അയക്കണം. ഏതൊക്കെ വാരികളായിരുന്നു? ഏതൊക്കെ വാരികളാ വെച്ച് കഴിഞ്ഞാൽ കുങ്കുമം, അതുപോലെ തന്നെ കേരള കൗമുദി, അതുപോലെ കലാകൗമുദി, അതുപോലെ തന്നെ നല്ല നല്ല എന്താ പറയാ പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഭാഷാപോഷണി എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനത്തെ പത്രമാസികകളിൽ ഞാൻ ഫലിതങ്ങളൊക്കെ മുമ്പ് എഴുതിയിരുന്നു. പത്രപ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ട്, ഒരു പത്രപ്രവർത്തകനാണ്. അതുകൊണ്ട് അത്
അത് ഞാൻ തുടങ്ങിയത് കോളേജ് കാലഘട്ട സമയത്ത് തന്നെയായിരുന്നു. അത് കോളേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെയാണ് ഈ സംഗതി ഉണ്ടായിട്ടുള്ളത്. അപ്പോഴും നമ്മൾ ഒരാൾക്കൊരു കഥ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുമെന്ന് അറിയില്ല. അത് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ എസ്കോർട്ടായിട്ട് കത്തയക്കണം, അല്ല നമ്മളെ കഥ വേറെ ആരെങ്കിലും അടിച്ചു പോകുന്നൊരു പേടി നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊരു കത്തയക്കും, ആ കത്തിലൂടെ അവർ തിരിച്ചയക്കും. നമുക്കൊരു പ്രതീക്ഷയില്ല. അയച്ചത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്, ഒരു പന്ത് പോലെ അത് അടിച്ചാൽ ഇങ്ങോട്ടന്നെ വരുമെന്ന് ഞങ്ങൾക്കറിയാം, എനിക്ക് എന്തായാലും അറിയാം. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി ഉൾക്കൊള്ളുകയാണ്. കാരണം അതിലൊരു സീലുണ്ടാവും, മാമൻ മാത്യു, അല്ലെങ്കിൽ മനോരമേൻ്റെ ആണെങ്കിൽ അതുണ്ടാവും, അല്ലെങ്കിൽ മറ്റേ PV ചന്ദ്രൻ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട വാരികകളുടെ എല്ലാവരും MT അടക്കം ഉണ്ടായിരുന്നു, അന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഇത് വളരെയധികം അവർ തിരിച്ച് അയക്കും, താങ്കളുടേത് ഇത് പ്രസിദ്ധീകരിക്കാൻ യോഗ്യമല്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ എഴുതാം, യോഗ്യമല്ല, മറ്റൊരു കഥ അയച്ചു തരുക എന്ന് എഴുതും. അപ്പോൾ നമ്മൾ അതിന് കാരണം ഞാൻ അതിലെന്താ കാണുന്നത് അറിയോ, ഒരു പോസിറ്റീവ് എനർജി കാണുന്നതാണ്. എന്താ അറിയോ, അതല്ല ഈ ഒരു വ്യക്തിയുടെ കത്ത് നമ്മളെ വീട്ടിലെത്തിയില്ലേ, അതാണ് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു പോസിറ്റീവ് നിരവധി കത്തുകൾ ഇപ്പോഴുണ്ട്. 2-3 പെട്ടി നിറയെ കത്തുകളുണ്ട്, ഇപ്പോഴുണ്ട്. പ്രധാനപ്പെട്ട MT അടക്കം, അക്കിത്തം അടക്കം, മാമൻ മാത്യു എഴുതിയത്, പലരും എഴുതിയത്, എല്ലാ കത്തുകളും നമ്മുടെ പത്രമാസികകളിലെ എല്ലാവരും എഴുതിയ എഡിറ്റർമാർ എഴുതിയത് മുഴുവനും അകത്ത് കുഞ്ഞപ്പെട്ടിയിൽ ഇപ്പോഴും ഞാൻ ഭദ്രമായിട്ട് എടുത്തു വയ്ക്കുന്നുണ്ട്. കാരണം ഇന്ന് ഞാൻ മിഥുനം പബ്ലിക്കേഷൻസ് ഇത് തുടങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ്. കാരണം ഒരാളടുത്തേക്ക് പോയി നമ്മളിങ്ങനെ ചെല്ലുമ്പോൾ ഒരു കത്തോ അല്ലെ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ 1 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് ഇത് പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ആലോചിച്ചു, നമുക്കൊന്നാണ് തുടങ്ങിയാൽ. ഇതിൻ്റെ ബുദ്ധി തുടങ്ങിയത് 95-ലാണ് ഞാനത് ആലോചിക്കാൻ. മിഥുനം പബ്ലിക്കേഷൻസ്. അതുകൊണ്ടാണ് അത് വിജയകരമായി ഇന്ന് 30-ലധികം വർഷം കഴിഞ്ഞ് ഇപ്പോഴും വളരെ നന്നായിട്ട്. മിഥുനം പബ്ലിക്കേഷൻസിന്റെ കീഴിൽ എത്ര കഥകൾ, ചെറുകഥകൾ അങ്ങനെയാണ്? അല്ല, ഞാൻ ഒരു 13 ചെറുകഥാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. മിഥുനം പബ്ലിക്കേഷൻസിന്റെ മുഴുവനല്ല, മിഥുനം പബ്ലിക്കേഷൻസിൻ്റെ 5-6 ഞാൻ തന്നെ ഉണ്ട്. മറ്റുള്ളൊരു 17 പുസ്തകങ്ങൾ വേറെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 13 പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. മിഥുനം പബ്ലിക്കേഷൻസ് 16 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റഴിഞ്ഞു പോയി എന്നുള്ളതും നമ്മുടെ വലിയൊരു. ആ കാലത്ത് താങ്കളെ തേടിയ ഒരു അവാർഡ് കിട്ടിയെന്ന് ഞാൻ ചെറുപ്പകാലത്ത് താങ്കൾക്ക് ഒരു അവാർഡ് കിട്ടി. അതെ, കേരള സർക്കാർ ഒരു ഇലക്ട്രോണിക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിരുന്നു. അത് കേരള സാഹിത്യ അക്കാദമിയുടെ എൻഡോമെന്റ് പുരസ്കാരമായിരുന്നു. തീരമകലുന്നോ എന്നൊരു പുസ്തകത്തിനാണ് കിട്ടിയത്. 1996. ഈ 95 കേരള സാഹിത്യ അക്കാദമിയുടെ ശില്പശാല ഉണ്ടായിരുന്നു. അതിന് ഫാക്ടറി ഉദ്യോഗ മണ്ഡലിൽ വെച്ചിട്ട് പങ്കെടുത്ത് മാത്രമല്ല, അതിൽ പുരസ്കാരം തന്നത് മാധവിക്കുട്ടിയായിരുന്നു. MT വാസുദേവൻ നാരായണൻ അതിൻ്റെ പ്രസിഡൻറ്റും KL മോഹനവർമ്മ സെക്രട്ടറി എന്തോ ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു അനുഭവമാണ്. കാരണം മാധവിക്കുട്ടി അന്ന് ഈ തിമിരം ബാധിച്ച അവസരത്തിലാണ് നമുക്ക് പുരസ്കാരം സമ്മാനിക്കാൻ വന്നതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഇന്നലെ കഴിഞ്ഞ മാതിരി നമുക്ക് തോന്നുകയാണ്. താങ്കളുടെ നിരവധി ചെറുകഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ താങ്കൾ ആ ചെറുകഥകളുടെ കാര്യത്തിൽ ഒരു വിമുഖത കാണിക്കുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? അല്ല, അത് വിമുഖത കാണിക്കുന്നതല്ല. ഞാൻ ഭീഷ്മം എന്നുള്ളൊരു ചെറുകഥാ സമാഹാരമാണ് അവസാനമായിട്ട് എഴുതിയത്. അതിൽ 30ഓളം കഥകളുണ്ട്. 2017-ലാണ് അവസാനമായിട്ട് ചെറുകഥാ സമാഹാരൻ്റെത് പുറത്തിറങ്ങിയത്. പിന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വായന കുറഞ്ഞു എന്ന് അതിനൊരർത്ഥമില്ല. കാരണം അതുകൊണ്ട് നമ്മൾ മറ്റൊരു മേഖലയിലേക്ക് മാറി എന്നൊരു ചിലർ പറയാറുണ്ട്. അതൊന്നും അതിലൊരു ഇതല്ല. വായിക്കുന്നവർ വായിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഞാൻ ഇതിലേറെ കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് ഞാൻ എഴുതിയത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതിയെ സൃഷ്ടിച്ചെടുത്തു. അത് നമ്മൾ തമ്മിൽ തന്നെയാണ് സൃഷ്ടിച്ചത്. അത് ഒരു ദിവസം നമ്മള് ഫ്രാൻസിസ് ഒനാട്ടിന്റെ വീട്ടിൽ പോയിട്ട്, അതെ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് നമ്മളൊരു വീഡിയോ എടുത്തു. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്തു. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ആയിരുന്നു.
അതെ, അത് വൈറലായും ചെയ്തു. അത് താങ്കൾ കൂടി ഉണ്ടായതുകൊണ്ട് പത്രാധിപരായിരുന്നു. അതെ അതെ. എന്നിട്ട് അതിന് നമ്മളൊരു പേരിട്ടു, ഒത്തിരി നേരം ഒത്തിരി കാര്യം. അവസാനം അതിന്റെ ഞാൻ അതിങ്ങനെ ആലോചിച്ചു, നമ്മൾ നല്ല നല്ല കാര്യങ്ങളായിട്ടും മറ്റുള്ളതായിട്ട് എൻ്റെ കഥകൾ തന്നെ എനിക്ക് ആദ്യം മൊബൈലിലോ പിന്നീട് ക്യാമറയിലോ ആക്കിയിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലാക്കിക്കൂടെ, എന്നാൽ പുസ്തകം വായിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇത് കിട്ടും എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. അതിനുശേഷം പിന്നെ ഈ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് രംഗത്ത് വന്ന സമയമായി വരുന്നത്. അതെ അതെ അതെ. അങ്ങനെയാണ് മിഥുനം പബ്ലിക്കേഷൻസിന്റെ പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ പുറത്ത് പിന്നെ ഇത് വന്നത്, ഇത്തിരി നേരം എന്നുള്ള ഒരു പുതിയൊരു അധ്യായം വന്നത്. അതായത് ഡോക്യുമെന്ററികൾ, നല്ല നല്ല കൗതുകകരമായ കാര്യങ്ങൾ, പിന്നെ പലർക്കും സഹായം ചെയ്യുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾക്ക് തന്നെ അറിയാലോ, നമ്മള് ഒപ്പം പോയിട്ടാണ് നമ്മളെ ഒരു റേഷൻ കാർഡ്, വെള്ള റേഷൻ കാർഡ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു റൂമേ ഉള്ളൂ വീട്, അത് നമ്മൾ റോസാക്കി കൊടുത്തു. അതെ അതെ. പിന്നെ വണ്ടൂരില് നമ്മള് വീട് ഉന്നതാധികാരികൾ കണ്ടിട്ട് അല്ല, പഠിക്കാൻ പോകുന്ന കുട്ടിക്ക് അടുക്കളയിലൂടെ പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് വെള്ളം വരുന്ന ഒരവസ്ഥ, ഇടിഞ്ഞു പൊളിഞ്ഞു. മാട്ടാംകുളം എന്ന് പറയും, വണ്ടൂരിൽ തന്നെയാണ്. വണ്ടൂരില് അവർക്ക് ഒരു 2 ലക്ഷത്തോളം നമ്മൾ മേടിച്ചു കൊടുത്തു. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാരും കൂടിയിട്ട്. അതൊക്കെ അതിന്റെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. പിന്നെ ആനുകാലിക പ്രസക്തമായ പല കാര്യങ്ങളും തമാശ രൂപേണ നമ്മൾ ആക്ഷേപഹാസ്യങ്ങൾ അവതരിപ്പിക്കലുണ്ട്. പിന്നെ പുതിയതായിട്ടൊന്നും വരാണ്ട് മിഥുനം പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരം ആക്ഷേപഹാസ്യങ്ങളാണ്. അതായത് അതിന്റെ പേര് മിഥുനം പബ്ലിക്കേഷൻസ് ഇത്തിരി നേരത്തിന്റെ പഴത്തൊലി എന്നാണ്. ഇനിയിപ്പോ വരാൻ പോണതാണ്. കാരണം പഴത്തൊലിയിൽ എന്താ, പഴത്തൊലിയിൽ അതെ, ചെറിയൊരു 1 മിനിറ്റ് നേരത്തിന് 1.5 മിനിറ്റ് നേരമൊക്കെ 2 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. അത് പഴത്തൊലി ചവിട്ടിയ വഴിക്ക് വീഴുമല്ലോ. അപ്പൊ ഇത് ആ ഒരു പേരാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, ആനുകാലിക പ്രസക്തമായ ഓരോ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട്. പിന്നെ ഇത്തിരി നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥുനം പബ്ലിക്കേഷൻസ് ഒരുപാട് നിരവധി കലാകാരന്മാർ അതെ എത്രത്തോളം അവരെ പുസ്തകങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരിച്ചു. അതുപോലെ തന്നെ സാഹിത്യഭൂമിയുടെ മാസിക നടത്തിയിരുന്നു 95-ല്. അപ്പൊ എനിക്ക് ഇങ്ങനെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയല്ലേ, എന്റെ കഥകൾ വരുന്നില്ല, എനിക്ക് എന്തൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചാല് ഞാനത് ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിന്റെ ചീഫ് എഡിറ്ററായി. അവസാനം എന്റെ വീട്ടിൽ മിഥുനം പബ്ലിക്കേഷൻസ് ഈ സാഹിത്യഭൂമി പറഞ്ഞ മാസിക തുടങ്ങിയിരുന്നു 1995-ല്. ആ ദിവസേന കത്തുകളായിരുന്നു, ദിവസേന കഥകളായിരുന്നു. സാർ ഇതിന്റെ കഥകൾ പ്രസിദ്ധീകരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവസാനം അവരെനിക്ക് എസ്കോട്ട് അയക്കൽ തുടങ്ങി. ഞാൻ അവരോട് പറഞ്ഞു, പ്രസിദ്ധീകരിക്കൂല, താങ്കളുടെ കഥ വേറെ അയക്കൂ എന്നൊന്നും ഞാൻ പറയില്ല. അത് ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിയിട്ടായാലും എങ്ങനെയെങ്കിലും ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണതിന് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം മാത്രമേ അത് ചെയ്യുള്ളൂ അവരോട്. അങ്ങനെയാണെങ്കിൽ അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഞാൻ ഈ പ്രസിദ്ധീകരണ രംഗത്ത് എത്തിയത്. കാരണം നമ്മൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതായത് ഒത്തുപിടിച്ച നമ്മളെ മലയും പോലും തന്നെയാണ്. നമ്മുടെ കൂടെ ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ മികവ് തന്നെയാണ് ഇത്തിരി നേരം. താങ്കളും കൂടി അതിന്റെ ഒരു വലിയൊരു ഭാഗമാക്കാണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അതുപോലെ തന്നെ ഇപ്പോ യാദൃച്ഛികമായിട്ട് 5-6 സിനിമകളിലേക്ക് അവസരം വന്നു. അത് ഇത്തിരി നേരം കൊണ്ടുണ്ടായതാണ്. ഞാൻ ഒരിക്കലും ഒരു സ്റ്റേജിൽ പോയി ഒരു കാര്യം പോലും പറയാത്തൊരു വ്യക്തിയാണ്. ഞാനിപ്പോ 5-6 സിനിമകളിലെ ചെറിയ വേഷം ചെയ്തത്. എനിക്ക് തന്നെ ആശ്ചര്യം വന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊരു എന്താ നമ്മളെ ലക്ക്. പക്ഷെ നമ്മള് ഇതിന്റെ എത്രയോ മുമ്പ് തന്നെ നമ്മളിത് കണ്ടുപിടിക്കേണ്ടിയിരുന്നു. നമ്മളെ മേഖല ഇതാണ്. പക്ഷെ അന്ന് നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് ഏത് പ്രവൃത്തിയും അത് വിജയത്തിലേക്ക് എത്തുന്നത്. അതെ അതെ, നമ്മൾ ആസ്വദിച്ച് ചെയ്യുമ്പോഴാണ് ജോലി ആയിക്കോട്ടെ, അതെ അതെ അതെ, കായിക രംഗത്ത് ഏത് മികവിലാണെങ്കിലും അതെ അതെ നമ്മൾ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നതാണ്. അതെ 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 അതെ, അത് തന്നെയാണ് അതിന്റെ കാര്യം. പിന്നെ നമ്മള് നല്ലത് ചെയ്യുക എല്ലാവർക്കും. അപ്പൊ തന്നെയാണ് നമ്മളോട് കൂടുതൽ ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട്. പിന്നെ ഫേസ്ബുക്കിൽ ഇപ്പൊ പ്രമോദ് മണ്ണിൽത്തോടി നടത്തി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രോഗ്രാംസും കിട്ടും. അതുപോലെ തന്നെ മിഥുനം പബ്ലിക്കേഷൻസിന്റെ യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും. താങ്കളെ തേടി നിരവധി അവാർഡുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ താങ്കൾക്ക് ഈ സിനിമയിലൂടെയാണോ എഴുത്തിലൂടെയാണോ കൂടുതൽ അവാർഡുകൾ നേടിയിട്ടുള്ളത്? പിന്നെ ഏത് രംഗത്ത് പ്രവർത്തിക്കുമ്പോഴാണ് താങ്കൾക്ക് കൂടുതൽ ഊർജം? അങ്ങനെ നോക്കുമ്പോ
നമ്മൾ 95 മുതലാണല്ലോ ഇപ്പോൾ പ്രസിദ്ധീകരണ രംഗത്ത് വന്നത്. അതിന് മുമ്പ് തന്നെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. എഴുതാൻ തുടങ്ങിയ കഥകൾ ഒളിപ്പിച്ച് വെക്കാന്നുള്ളതിനും ആയിട്ട് ശീലം. കലാരംഗത്തായിരുന്നു അതോ എഴുത്തിലൂടെ ആയിരുന്നു താങ്കൾക്ക് കൂടുതൽ അവാർഡുകൾ? അത് രണ്ടിലും കിട്ടിയിട്ടുണ്ട്. കാരണം ആദ്യം തന്നെ ആദ്യൊരു പുരസ്കാരം ഞാൻ സർട്ടിഫിക്കറ്റ് ആദ്യം വാങ്ങിയത് MT KL മോഹനവർമ്മയും മാധവിക്കുട്ടിയുള്ളപ്പോഴാണ്. രണ്ടാമതുള്ളതും അപ്പോൾ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്. എന്നാൽ കഥകൾ എഴുതുമ്പോൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് തിരിച്ച് വരാറുമാണ് പതിവ്. അപ്പൊ അത് എന്താന്നുള്ളത് നമുക്ക് തന്നെ. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജം എന്ന് ചോദിച്ചാല് ഇപ്പൊ നമുക്ക് ഈ നമ്മൾ എഴുതിയ കഥകള് ഇപ്പൊ താങ്കൾ നേരത്തെ ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് ഇന്ന് 7 വർഷമായി ഞാനിപ്പോ ചെറുകഥകൾ എഴുതിയിട്ട്. അപ്പൊ ഇപ്പൊ രണ്ടാമത് വീണ്ടും ഈ എഴുതുന്ന കഥകൾ തന്നെയാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. കാരണം അത് ഷോർട്ട് വീഡിയോ ആയിട്ടോ ഒക്കെ ആയിട്ടോ ഞാൻ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒരു സന്തോഷം ഞാൻ ആസ്വദിക്കുന്നുണ്ട്. മാത്രമല്ല അതില് നല്ലൊരു ചെറിയൊരു നല്ല കഥാപാത്രം ഞാൻ തന്നെ ഉണ്ടാവും എന്നുള്ളതും വളരെ സന്തോഷം. ഒരു ബാലചന്ദ്രമേനോൻ ടച്ച് അങ്ങനെ അതിനെ വേണമെങ്കിൽ ഞാൻ പറയാം. അപ്പോ താങ്കളുടെ കുടുംബം എങ്ങനെയാണ് ഈ കലാരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അവര് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഒരു കലയായിട്ട് ബന്ധപ്പെടുമ്പോൾ 4 ആൾ അറിയുമ്പോൾ അവരൊക്കെ ചെല്ലുമ്പോൾ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാണ്. ഭാര്യ ദീപ മേലെടുത്ത് ഒരു സ്കൂൾ ടീച്ചറാണ്. അതുപോലെ തന്നെ മകള് മേഘ പ്രമോദ് DTCക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോട് വളരെ സന്തോഷമാണുള്ളത്. പിന്നെ നിരവധി കലാകാരന്മാരെ താങ്കൾ ആദരിക്കുകയുണ്ടായി. അടുത്ത് ഇപ്പോൾ KS ചിത്ര, അതുപോലെ ജ്ഞാനപീഠ ജേതാവ് MT വാസുദേവൻ നായർ, അങ്ങനെയൊക്കെ ഞാൻ നിരവധി പോസ്റ്റുകൾ താങ്കളുടെ ഫേസ്ബുക്കിൽ കാണാനിടയുണ്ടായി. അപ്പൊ അവരുമായി താങ്കൾക്ക് സംവദിക്കാനുള്ള അവസരവും എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? ഞാൻ യാദൃച്ഛികമായിട്ട് എന്താ പറയുക, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ഫീൽഡിലേക്കാണ് ഇപ്പൊ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അന്നൊക്കെ കഥകൾ എഴുതുക മാത്രമായിരുന്നു ഇത്. ഇപ്പോ മിഥുനം പബ്ലിക്കേഷൻസിന്റെ തിരുനേരത്തിന്റെ ഗാനാമൃതം പുരസ്കാരം ആദ്യമായിട്ട് തൃശ്ശൂരിൽ വെച്ചിട്ട് ഞാനാണ് സംഗീത സംവിധായകൻ മോഹൻ സിത്താരയ്ക്ക് സമ്മാനിച്ചത്. അത് വളരെയധികം നല്ലൊരു ആഹ്ലാദം നൽകുന്ന കാര്യം. അതുപോലെ തന്നെ ചിത്രയ്ക്ക് പൊന്നാട നൽകി ആദരിക്കുകയുണ്ടായി. അതും ഞാൻ തന്നെയാണ് നടത്തിയത്. അതെ, കാടാമ്പുഴയിൽ വെച്ചിട്ട്. പിന്നെ ഇലപ്പുഴയും ശിശിരത്തിൽ ചെറുകിളികൾ വരവായി എന്നെഴുതിയ നമ്മളെ മൊയ്തീൻകുട്ടിയാക്ക, അദ്ദേഹത്തിന്റെ ഒരു ഡോക്യുമെന്ററി ചെയ്തു, അദ്ദേഹത്തിനെ ആദരിച്ചു. ഇതൊക്കെ MT വാസുദേവനെ അതെ MTക്ക് പൊന്നാട അണിയിച്ചു, നമ്മുടെ പുസ്തകം കൊടുത്തു, അതൊക്കെ ചെയ്തു. അതുപോലെ തന്നെ അക്കിത്തത്തിന് മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വീട്ടിൽ പോയി പരിപാടികൾ അവതരിപ്പിച്ചു, പൊന്നാട അണിയിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അവസരങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് വലിയൊരു ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ കഴിഞ്ഞ 2019 ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന തലത്തിൽ ഒരു ഷോർട്ട് ഫിലിം മത്സരം സംഘടിപ്പിച്ചിരുന്നു. അതിൽ സംസ്ഥാന തലത്തിൽ എനിക്കായിരുന്നു 1ാം സമ്മാനം. സംവിധാനത്തിൽ മലപ്പുറത്ത് വെച്ചിട്ടാണ് മലപ്പുറത്ത് വെച്ച് നടത്തുന്നത്. മൊത്തത്തിലാണ് അത് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് സമ്മാനിച്ചത്. അത് വളരെയധികം വലിയൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. നമുക്ക് മുന്നോട്ടുള്ള ഒരു പ്രചോദനം കൂടി. അതെ അതെ, അങ്ങനെയൊക്കെ ഇതിൽ നല്ലൊരു പ്രചോദനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഇതിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എഴുതാനും കഴിയും, നമ്മുടെ ജനങ്ങളിലേക്ക് കാരണം ഇതിൽ എന്താ വെച്ചാല് ക്യാമറ എഡിറ്റിങ്, അതുപോലെ തന്നെ അതിനുള്ള കാര്യങ്ങൾ ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യാണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാൻ കഴിയും. ആ ഒരു ഇതൊക്കെ ഇതിലുണ്ടാവുന്ന കാര്യങ്ങളാണ്. എഴുതും ചെയ്യാം, നമുക്ക് എല്ലാം ചെയ്യാം, അഭിനയിക്കുകയും ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ആസ്വദിച്ചുള്ള ഒരു രീതിയാണ്. അപ്പോ ഇത്രയും നേരം നമ്മളോട് സംബന്ധിച്ച പ്രമോദ് മണ്ണിൽത്തൊടി, അദ്ദേഹത്തിന് കലാരംഗത്ത് ഇപ്പോൾ ഒരു ലാഭേച്ഛയും ഇല്ലാതെയാണ് ഇദ്ദേഹം ഈ ഇത്തരം കാര്യങ്ങളും, അതായത് ഷോർട്ട് ഫിലിമായാലും നിരവധി കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മുന്നിലേക്ക് വന്നതും ഒക്കെ ഒരു ലാഭേച്ഛ ഇല്ലാതെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാം അറിയാം, നമ്മൾ യൂട്യൂബിലൂടെ ആയാലും ഫേസ്ബുക്കിലായാലും വരുമാനം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ അല്ലാതെ ഒരു അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ആളുകൾ എന്തെങ്കിലും ദൂരം വഴിക്ക് ആളുകൾ എന്നെ വിളിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, പ്രമോദ് മണ്ണിൽത്തൊടിനെ വിളിച്ചാൽ കുഴപ്പമൊന്നുമില്ല മറ്റേ. അപ്പം ഞാൻ എന്താ ചോദിച്ചു, ഇപ്പോൾ അടുത്ത് ഒരു സ്ഥലത്ത് പോയപ്പോൾ അപ്പം എന്താ ചോദിക്കാൻ കാര്യം എന്ന് വെച്ചാൽ മറ്റാള് അത് ചോദിച്ചു, ഇത് ചോദിച്ചു, ഒരു യൂട്യൂബർ വന്ന് അതാക്കി ഇതാക്കി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അവര്
ചില ആളുകൾ അങ്ങനെ നോക്കി വിളിക്കുന്നവരുണ്ട്. കാരണം നമ്മളെ അതായത് നമ്മളെന്താ വെച്ചാല് ഒരാളെ അതായത് ചോദിക്കാതെ വന്ന ഒരാളെ പ്രൊമോഷൻ എടുത്ത് പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുത്തിനെ പിടിച്ചിട്ടല്ല, അല്ലാതെ ചീത്ത പറഞ്ഞ് നമ്മുടെ ഇതോട് സ്വൈര്യം കെടുത്തിയിട്ട് കാശ് വാങ്ങുന്ന ഒരു രീതി. അതെ, ഞാൻ പറഞ്ഞോളൂ, ആ കാശ് വാങ്ങുന്ന ഒരു രീതി. ഈ ഒരു സംഭവം പലർക്കും നടക്കുന്നുണ്ട്. അതായത് ഫംഗ്ഷൻ ഇനോഗ്രേറ്റ് ചെയ്ത് അതെ, നമ്മള് അങ്ങനെയല്ല. അവർക്ക് അതൊരു ഫ്രീ ആയിട്ട്, അതായത് ഒരു ഒന്നും വാങ്ങാതെയാണോ താങ്കൾ? ഒന്നും വാങ്ങാതെ ചെയ്യണുണ്ട്. അത് വിചാരിച്ച് ഞാനൊന്നും ചോദിക്കാറില്ല. അവര് താല്പര്യപ്രകാരം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ തരികയാണെങ്കിൽ മാത്രമേ നമ്മള് സ്വീകരിക്കുള്ളൂ. കാരണം ഞാന് ഇത് മറ്റൊരു വ്യക്തി ഇത് തരും അല്ലെങ്കിൽ അത് തരും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഒന്നും തുടങ്ങിയിട്ടില്ല. അതാണ് നമ്മള് അങ്ങനെ ഒന്നും നമ്മൾ തുടങ്ങിയിട്ടില്ല. നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. നമ്മളിത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിൽ കയറേണ്ടവന് കയറാം, ഇറങ്ങേണ്ടവന് ഇറങ്ങും ചെയ്യാം. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അത് നമുക്കൊരു പ്രചോദനം അതാണ്. കാരണം എന്താണ്, നമ്മൾ ആളുകൾ പറയും ഇന്നലത്തേനെ കുറിച്ചിട്ട് ആലോചിക്കണം, ഇന്നലത്തേനെ കുറിച്ച് ആലോചിക്കണം. ഇന്നലത്തേനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിക്ക് ഇന്നൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തി ഇന്നലെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ പറയാനുള്ളത്, ഇപ്പൊ എല്ലാവരോടും കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക, നാളെ കുറിച്ച് ചിന്തിക്കുക. നാളെ കുറിച്ച് ചിന്തിക്കുക എന്ന് എങ്ങനെ വെച്ചാൽ, നാളെ നമ്മൾ ഉണ്ടാവോ ഇല്ല എന്നുള്ളതല്ല, അത് മറ്റൊരു കാര്യം. അത് നമ്മളെ കയ്യിലല്ല. പക്ഷെ നമുക്ക് മുന്നോട്ടുള്ള ഊർജത്തിന് എപ്പോഴും മാനസികമായ വികാസത്തിനും ഒക്കെ നല്ലതാണ്. എന്തിനാണ് നമ്മൾ പഴയ കാര്യങ്ങൾ അഥവാ എന്തെങ്കിലും ടെൻഷനുള്ള കാര്യങ്ങൾ ആലോചിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ആലോചിക്കാം നല്ല കാര്യങ്ങൾ മാത്രം. ഭൂതകാലത്തിലേക്കൊക്കെ നമുക്ക് സഞ്ചരിക്കാം. നമ്മൾ ഇങ്ങനെയാണ് വന്നത്, അങ്ങനെയാണ് വന്നതൊക്കെ നമുക്ക് ആലോചിക്കാം. പക്ഷെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം അതിൽ തികഞ്ഞെടുക്കാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മറ്റു നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും. സിനിമയിലൂടെ താങ്കൾ നിരവധി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോ ഈ ചെറിയ വേഷങ്ങളാണ് കൂടി, ചെറിയ വേഷങ്ങളാണ് താങ്കൾ അഭിനയിച്ച ചിത്രങ്ങളുടെ പേര്? അതായത് കോളിളക്കം ജയന്റെ മരണം ഫ്ലാഷ് ബാക്ക് പറഞ്ഞ പടമായിരുന്നു ആദ്യം അഭിനയിച്ചത്. ആ പടം പൂജ ചെയ്തു എന്നല്ലാതെ ഒന്നും നടന്നിട്ടില്ല. ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല. തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ രണ്ടാമത്തെ സിനിമയായിരുന്നു. കാരണം ഞാനിത് എങ്ങനെ പോയതെന്ന് വെച്ചാൽ, ഞാനൊരു കഥാകൃത്താണ്. അവിടെ നിലവിളക്ക് കൊടുത്താൽ എന്നെ വിളിച്ചതാണ്. അങ്ങനെയാണ് ഞാൻ പോയത്. അങ്ങനെ അഭിനയിക്കാൻ താല്പര്യപ്രകാരം എന്നെ വിളിച്ചു. പക്ഷെ ആ പടം തുടങ്ങിയിട്ടില്ലല്ലോ. അങ്ങനെ രണ്ടാമത്തെ പടം അവിടുത്തെ ഒരാളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് തന്നെ ചെയ്തു. കുമാർ നന്ദയാണ് സംവിധാനം ചെയ്തത്. വെള്ളാരമുന്നിലെ വെള്ളി മീനുകൾ, ശാന്തികൃഷ്ണ, സുനിൽ സുഗത, കൊച്ചുപ്രേമൻ, എനിക്കൊരു പോലീസ് വേഷമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ആ പടം തിയേറ്ററിൽ ഇറങ്ങി. അതുപോലെ തന്നെ പാളാൻ PC എന്ന് പറഞ്ഞൊരു പടം ഉണ്ട്. VM ബിനുവിന്റെ അനിയൻ VM അനിൽ സംവിധാനം ചെയ്തത്. അതിൽ ചെറിയൊരു വേഷം ബാലേട്ടൻ ചെയ്ത VM ബിനുവിന്റെ അനിയൻ അനിലിന്റെ. അത് നിലമ്പൂര് പള്ളിയിൽ വെച്ചിട്ടായിരുന്നു വേഷം. ഒരു പാട്ടരംഗത്തിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, അതുപോലെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. പിന്നെ മൂന്നാമത്തെ പന്തം എന്നൊരു പടമുണ്ട്. അതായത് നമ്മുടെ മെക്കാർട്ടിൻ നായകനായ ഒരു പടം. അതെ, ആ മെക്കാർട്ടിൻ നായകനായ ഒരു പടം ഇറങ്ങാനുണ്ട്. അത് ചെറിയൊരു ഇതോടുകൂടി മുഴുവനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നാലും ചെറിയ പ്രശ്നങ്ങൾ മൂലം അത് ഇറങ്ങിയിട്ടില്ല. പിന്നെ ഏറ്റവും പുതിയത് പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ വളം. അതില് ബസ്സിൽ ചെറിയ പുറത്തും ഒക്കെ ചെറുതായിട്ട് വേഷങ്ങളുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണയുടെ സുരേഷ് പ്രവീണിന്റെ, അതായത് രണ്ടാളുകളാണ്. അവരുടെ ഒരു പടമുണ്ട് ഫാഷൻ. അത് തിരുനാവായാലും തിരുവനന്തപുരത്തും എറണാകുളത്തും കൂടിയാണ്. പിന്നെ പുതിയൊരു പടത്തിന്റെ പൂജ എറണാകുളത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇനി വരാനുള്ളത്. ചെറിയ വേഷങ്ങളാണെങ്കിലും ചെറിയ ഡയലോഗും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പൊ ഞാൻ എന്താ ഇതിൽ പറയുന്നത് വെച്ചാൽ, നമ്മൾ വളരെ സന്തോഷത്തിലാണ്. കാരണം നമ്മളിത് എഴുതിയത് കൊണ്ടാണ് നമുക്ക് ആളുകളെ നമ്മൾ അറിയാൻ പറ്റിയത്. നാലാള് നമ്മളെ അറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെ മറ്റുള്ളവർ വിളിക്കുന്നത്. മറ്റേത് നമ്മൾ കഥകൾ മാത്രം എഴുതി നിന്ന് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, നമുക്ക് അഭിനയിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് നമ്മൾ തന്നെയാണ് കണ്ടെത്തിയത്. പിന്നെ അതുപോലെ ഫേസ്ബുക്കിലൂടെ താങ്കൾ ഭരത് ഗോപി അനുസ്മരണം എന്നുള്ള അതിനെ കുറിച്ച് ഒന്ന് കാണുകയുണ്ടായി. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഭാരത് ഗോപി അനുസ്മരണം സംഘടിപ്പിച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മിഥുന പബ്ലിക്കേഷൻ സാഹിത്യഭൂമി എന്ന മാസിക കുറച്ചു കാലം കഴിഞ്ഞ് നിർത്തി. അപ്പോൾ അതിന് സാഹിത്യഭൂമി പുരസ്കാരം കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. അപ്പോൾ അത് നല്ല ചെറുകഥകൾക്ക് നല്ല കവിതാ പുരസ്കാരം അങ്ങനെയൊക്കെയാണ് കൊടുക്കുക. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നടനാണ് ഈ ഭരത് ഗോപി. ഭരത് ഗോപിനെ കണ്ടിട്ടൊക്കെ ഉണ്ട്, സംസാരിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പുരസ്കാരം അത് കഴിഞ്ഞ വർഷം മുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏകദേശം ഓണായിട്ട് അടുപ്പിച്ചാണ് നമ്മൾ കൊടുക്കുക. അതെന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോർട്ട് ഫിലിമിന് ഭരത് ഗോപി പുരസ്കാരം. അതിപ്പോ എത്ര കാലഘട്ടമായി ഇങ്ങനെ കൊടുത്തു തുടങ്ങി? അല്ല, ഈ ഗാനാമൃത മോഹൻ സിതാരയ്ക്ക് കൊടുത്തിട്ട് ഒരു വർഷവും ആദ്യത്താണ് പ്രഥമ പുരസ്കാരം. ഭരത് ഗോപിന്റെ ഇപ്പൊ കഴിഞ്ഞത് പ്രഥമ പുരസ്കാരം, ഇനി വരാൻ പോകുന്നത് രണ്ടാമത്തെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ഈ ഓണത്തിന് മികച്ച ഒരു ഇതിന് നല്ലൊരു ഹ്രസ്വ ചിത്രത്തിന് തന്നെ കൊടുക്കും. കഴിഞ്ഞ വർഷം ഒരു നല്ലൊരു നടനായത് ശിവജി ഗുരുവായൂരിന്റെ അനിയൻ വിനയൻ ഗുരുവായൂരായിരുന്നു. പിന്നെ പക്കറളവള്ളി എന്ന സംവിധായകന്റെ ലഹരി എന്ന ഷോർട്ട് ഫിലിമിനാണ് പുരസ്കാരം കൊടുത്തത്. ഏത് പുരസ്കാരമാണ്? ഭരത് ഗോപി പുരസ്കാരം. ഫേസ്ബുക്കിലൂടെ തമാശ രൂപേണ തുടങ്ങിയ ഈ ഇത്തിരി നേരം എന്ന പ്രസ്ഥാനം ഇത്രയധികം വളർന്ന് പന്തലിക്കാൻ പ്രമോദ് മണ്ണിൽത്തൊടി എന്ന ഈ ഒരു വ്യക്തി കാരണം മാത്രമാണ് ഇത്രയധികം പടർന്നു പന്തലിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും നിരവധി അവസരങ്ങൾ അത് സിനിമയിലെ മേഖലയിലായാലും ഷോർട്ട് ഫിലിമിലായാലും ഇദ്ദേഹത്തെ തേടി വരട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി. കരിമളയുടെ കിന്നാരം